ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു സ്നാക്സ്, ഇഫ്താർ സ്നാക്സ് സ്പെഷ്യലായിട്ട് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്, എങ്ങനെയാണെന്ന് നോക്കിത്തരാം. അതിന് വേണ്ടിയിട്ട് ഒരു കിഴങ്ങും ഒരു സവാള എടുത്തിട്ടുണ്ട്. കിഴങ്ങ് അത്യാവശ്യം വലുതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം വെളുത്തുള്ളി, കിഴങ്ങ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ ഈസിയായിട്ട് ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കനുകൾ, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, അതുമായിട്ട് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴറ്റി എടുക്കാം. സവാള വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചിക്കനും കിഴങ്ങും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ മാറ്റിയെടുത്ത് ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലയായിട്ട് ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി. എരിവിന് വേണ്ടി പ്രത്യേകിച്ച് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ടൊന്ന് മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ്, അല്പം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിന് മിക്സ് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. അതൊന്ന് ചപ്പാത്തിയൊക്കെ ഒരു ഷേപ്പിൽ നമുക്ക് അതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഓരോ ബോളിൻ്റെ രീതിയിൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് ക്രംസ് അല്ല, ഇവിടെ അതിന് പകരം ബിസ്ക്കറ്റാണ് പൊടിച്ചെടുക്കുന്നത്. 50-50യുടെ ബിസ്ക്കറ്റാണ്. അത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മിക്സ് ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് കട്ട്ലേറ്റിന് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം നമ്മൾ ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്ത് മുട്ടയുടെ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബിസ്ക്കറ്റ് കൂടി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എല്ലാ കട്ട്ലറ്റും നമുക്കങ്ങനെ മുട്ടയിൽ മുക്കി
ബിസ്ക്കറ്റിൽ കോട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് എണ്ണയിലൊന്ന് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. വേകാനായിട്ടൊന്നുമില്ല, അകത്ത് നമ്മൾ വെച്ചേക്കുന്നതെല്ലാം വെന്തതാണ്. ഒരുപാട് ഓയിലൊന്നും എടുത്ത് ഒഴിച്ച് വറുത്തെടുക്കുന്നില്ല. കുറഞ്ഞ അളവിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ട്ലേറ്റ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇഫ്താറിന് പറ്റിയ അടിപൊളി ഒരു സാധനമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം, ഒരുപാട് പണികളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.